ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് നമുക്ക് പൈപ്പിംഗ് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം നോക്കട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൈപ്പിംഗ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ബട്ടൺ ഹൗസിലൊന്നും പോയിട്ട് നമ്മൾ പൈപ്പിംഗ് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സാധാരണ കാലുകൊണ്ട് തയ്ക്കണ മെഷീനാണെങ്കിലും ഏത് മെഷീനുമേയും നമുക്ക് ഇതുപോലത്തെ പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ചുരിദാറാണ്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ നെക്കിനും കണ്ടില്ലേ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡ് കളറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ സെയിം തുണി കൊണ്ടൊക്കെ നമുക്ക് തന്നെ സ്വയം മാച്ച് ചെയ്ത് പൈപ്പിംഗൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബട്ടൺ ഹൗസിലൊക്കെ പോയിട്ട് നമ്മൾ പൈപ്പിംഗ് കാശ് കൊടുത്ത് വാങ്ങാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂസ് ചെയ്യണ നമുക്ക് കോമ്പിനേഷനായിട്ടുള്ള പൈപ്പിംഗ് നമുക്ക് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൈപ്പിംഗൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടാകും. കുട്ടികളുടെ ഫ്രോക്കും അങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ പൈപ്പിംഗൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനത്തെ പൈപ്പിംഗ് വാങ്ങി യൂസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പൈപ്പിങ്ങൊക്കെ നമുക്കും ഇതുപോലത്തെ തുണി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെറ്റിക്കൊക്കെ ഇങ്ങനത്തെ പൈപ്പിങ്ങൊക്കെ വാങ്ങാറുണ്ട്. നമുക്ക് ഇനി ഇങ്ങനത്തെ പൈപ്പിംഗ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യുക. അല്ല നമുക്ക് സ്വയമായിട്ട് കോമ്പിനേഷനായിട്ടുള്ള നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ട് അങ്ങനെയും പൈപ്പിംഗ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പൈപ്പിങ്ങൊക്കെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ മുന്നേ തുടക്കക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താ പൈപ്പിംഗ് ത്രെഡാണ്. അപ്പോൾ ഈ ഒരു ത്രെഡ് വണ്ണം കുറഞ്ഞ സൈസ് ത്രെഡാണ്. അപ്പോൾ നമുക്ക് രണ്ട് തരം കുറച്ച് വണ്ണം കൂടിയ ത്രെഡും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വണ്ണം കൂടിയ ത്രെഡ് ഇതാണ്. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത് വണ്ണം കുറഞ്ഞ ത്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ത്രെഡാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വണ്ണം കുറഞ്ഞ ത്രെഡ് എൻ്റെ കയ്യിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു റോളും കൂടി ഇപ്പോൾ 4-5 ദിവസം മുന്നേ ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോളിന് നമുക്ക് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു റോള് നമ്മൾ വാങ്ങി വെക്കുക. പിന്നെ നമുക്ക് പൈപ്പിംഗ് ഫൂട്ടാണ് കേട്ടോ. പൈപ്പിംഗ് ഫൂട്ട് പറയുന്നത് 1 സൈഡ് ഫൂട്ടാണ്. അത് ഞാൻ വയ്യെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് വേണ്ടത് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുരിദാറോ നെറ്റിയോ എന്തെങ്കിലും തയ്ച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ബാലൻസ് തുണിയിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു തുണിയുടെ ക്രോസ് ഭാഗം ഇതുപോലെയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് ഇവിടെ കണ്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ വലിച്ചാലും എലാസ്റ്റിക് പോലെ ഇതായി നിൽക്കണില്ല. ക്രോസ് ആയിട്ട് കിടക്കുമ്പോഴാണ് ഇതുപോലെ ഒന്ന് എലാസ്റ്റിക് പോലെ ഒന്ന് വലിഞ്ഞ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും നമ്മുടെ പൈപ്പിംഗ് ചെയ്യുന്ന തുണിയിൽ കട്ട് ചെയ്യരുത്. ഇതുപോലെ ക്രോസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കി ക്രോസ് ആയിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ക്രോസ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. അതായത് ഇതുപോലെ ഈ ഒരു മൂലയിൽ നിന്നും ഇങ്ങോട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. നമ്മൾ തുണി ഇതുപോലെ ഒന്ന് വലിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ക്രോസ് ആക്കിയിട്ട് മടക്കിയിട്ട് കറക്റ്റാക്കി വലിയുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ 1 ഇഞ്ച് വീതിക്കാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇത് 1 ഇഞ്ച് വീതിക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തുണി അത്രയ്ക്ക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടില്ലേ, ക്രോസ് ആയിട്ടുള്ള തുണി ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് വളച്ചെടുക്കാനും നിവർത്തിയെടുക്കാനും ഒക്കെ കഴിയും. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ക്രോസ് പീസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിവർത്തി നോക്കുമ്പോൾ നമുക്കിത് 2 ഇഞ്ച് വീതി ഉണ്ടാവും. പിന്നെ 2 ആക്കിയിട്ട് മടക്കിയിട്ടാണ് 1 ഇഞ്ച് വീതിയിൽ നമ്മളിത് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ക്രോസ് പീസ്
കുറച്ചും കൂടി അധികം നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ 1 ഇഞ്ച് വീതിക്ക് വീണ്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ജോയിൻറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുക, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് യോജിച്ച് നിൽക്കുന്നത് പോലെ ഒറ്റ പീസായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് നേരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് നീളത്തിനുള്ളൊരു പീസായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കാരണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ഫസ്റ്റ് തുടക്കക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഭാഗം. നമ്മൾ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാ കണ്ടില്ല. അപ്പോൾ നമുക്കിത് ഒറ്റ പീസായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിച്ച് തരാം. അപ്പോൾ ഞാൻ ഈ ഒരു 2 പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ എനിക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിതാ പൈപ്പിംഗ് ഫൂട്ടാണ് വേണ്ടത്. അപ്പോൾ 1 സൈഡ് ഫൂട്ടാണ്, ലെഫ്റ്റും റൈറ്റും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബട്ടൺ ഹൗസിൽ നിന്ന് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മെഷീനൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നും നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് സാധാരണ ചവിട്ടുന്ന മെഷീനാണെങ്കിലും സാധാ മെഷീനാണെങ്കിലും ഏത് മെഷീൻ നമുക്ക് ഇതുപോലെ നമ്മൾ മെഷീൻ്റെ കമ്പനി ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഏതാണ് നമ്മൾ മെഷീൻ എന്നുള്ളത് കാണിച്ചു കൊടുത്താലൊക്കെ അവർ അതിനനുസരിച്ചുള്ള ഫൂട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫൂട്ട് ഇതിൽ നിന്നും അയച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഫൂട്ട് അയച്ചെടുക്കുക. അയച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫൂട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഫൂട്ട് ഇതുപോലെ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇവിടെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു നീഡിലുണ്ടല്ലോ സൂചി, ഇത് നമ്മളൊന്ന് ആ ഹോളിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇതുപോലെ ഹോളിലേക്ക് താഴ്ത്തി ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ഫൂട്ട് കറക്റ്റാക്കിയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഫൂട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം തയ്ക്കുന്ന സമയത്ത് നീഡിൽ ഫൂട്ടുമ്പോൾ ടച്ച് ചെയ്യാനും സൂചി പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഹോളിലേക്ക് ആദ്യം സൂചി ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഫൂട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറഞ്ഞ രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യരുത്, നമ്മളെ ഫൂട്ട് തെറിച്ച് പോരും. അപ്പോൾ തയ്ക്കുമ്പോൾ അത് സ്റ്റിച്ചിങ് കറക്റ്റ് ആകാതിരിക്കും, നമ്മൾ സൂചി പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഫൂട്ടും കറക്റ്റാക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെച്ചിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. ഞാനിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇതുപോലെയാണ് കിടക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം നല്ല വശം തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ആയിട്ട് കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണി തയ്ച്ചെടുക്കുന്നതിലേറെ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞു തന്നത്. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 2 തുണിയും ഇട്ടിട്ട് അത് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ പിടിച്ചിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ മാത്രം 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ, 2 സ്റ്റിച്ച് കൊടുക്കുക. എന്നാലേ നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തത് വിട്ട് പോരാതിരിക്കുള്ളൂ. 2 സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തുണി ആയി കിട്ടും. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് ആക്കിയെടുക്കാൻ നോക്കട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ത്രെഡ് എടുക്കുക. എന്നിട്ട് പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശത്ത് കേട്ടോ, നല്ല വശം പുറമേക്കാക്കിയിട്ട് ചീത്ത വശത്ത് അതിൻ്റെ ആകാത്ത വശത്ത് നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് ത്രെഡിൻ്റെ മീതെ ആയിട്ട് ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. കാരണം പൈപ്പിംഗ് ത്രെഡ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കാം ഇവിടെ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ആ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെ ത്രെഡുമ്മ കൊള്ളാതെ ത്രെഡിന് ചാരിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുക. നമ്മൾ ത്രെഡിൻ്റെ മീതെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു, അതുകൊണ്ട് ത്രെഡ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ലൂസായി പോരില്ല. അതിന് ശേഷം നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ സെൻറ്ററിലാക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അരികു കൂടെ ഈ ഒരു ത്രെഡിന് ചാരിയിട്ട് വേണം നമ്മൾ തയ്ച്ച് പോരാൻ. എന്നാലും നമ്മളെ പൈപ്പിങ് നല്ല ഭംഗിയിൽ കിടക്കുള്ളൂ. ഇതുപോലെ തയ്ച്ച് പോരുക. ഇപ്പോൾ തുണി ലൂസാകാതെ കറക്റ്റായി ആ ത്രെഡുമ്പോൾ നല്ല ഇറുകി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇതുപോലെ കൊടുക്കട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു റോളായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മളെ പൈപ്പിംഗ് ത്രെഡ് ഒരിക്കലും ഇവിടുന്ന് വലിച്ചു കൊടുക്കാതെ നമ്മൾ കറക്റ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെ ലെവൽ ചെയ്ത് തയ്ച്ച് പോരുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ. ഇതേപോലെ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ പൈപ്പിംഗ് ത്രെഡിൻ്റെ ഈ ഒരു അറ്റം പിടിച്ച് വലിക്കരുത്. പിന്നെ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ത്രെഡിൻ്റെ മീതെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ മുകളിൽ കെട്ടിട്ടല്ല, അപ്പോൾ അതേപോലെ തന്നെ താഴെയും കെട്ടിട്ട് നിർത്തിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമുക്ക് അധികം വരുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, തുണിയുടെ 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വീതിക്ക് തന്നെ 1 ഇഞ്ച് വീതിക്ക് ഇതുപോലെ എടുക്കുക. 1 ഇഞ്ച് വീതി തന്നെ നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് 2 ഇഞ്ച് വീതി ഉണ്ടാവും. നമ്മൾ സെൻറ്ററിൽ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഒരു 1/2 ഇഞ്ച് മാത്രം നമുക്ക് വീതി വെച്ചിട്ട് ബാക്കി വന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ താഴെ ഭാഗത്തേക്ക് ഞാൻ അധികം തുണി വെച്ചിട്ടുണ്ട്, ഒരു 3/4 ഇഞ്ചോളം, 1/2 ഇഞ്ചിലേറെ. അതെന്തിനാണ് ഞാൻ പിന്നീട് പറഞ്ഞു തരട്ടെ. അത് നിങ്ങൾക്ക് ഒരു ആവശ്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു റോള് ഇതുപോലെ കിട്ടും. കറക്റ്റ് ഈ ഒരു അരികു വശത്ത് കൂടെ തന്നെ നമ്മൾ തയ്ച്ച് പോരുക. അപ്പോൾ നമ്മളിങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ഈ 1 സൈഡ് ഫൂട്ട് തന്നെ ഇട്ട് തയ്ക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ സാധാരണ ഫൂട്ട് ഉപയോഗിച്ച് തയ്ക്കരുത്. 1 സൈഡ് ഫൂട്ട് തന്നെ ഇട്ട് തയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീതി കണ്ടില്ലേ, കറക്റ്റാക്കിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. താഴെ ഭാഗത്ത് തുണി എന്തിനാണ് ഒരു 3/4 ഇഞ്ചോളം വീതി ഇട്ട് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ഉൾവശത്തേക്ക് ഇതുപോലെ മടക്കി നമ്മൾ തയ്ക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3/4 ഇഞ്ചോളം താഴത്ത് ഇതുപോലെ ഇത്രയും വീതി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അളന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമുക്കൊരു 3/4 ഇഞ്ചോളം വീതി ഉണ്ട്. ഇങ്ങനെ വീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ വീതിക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾ തയ്ക്കുന്നത് വെച്ചാൽ ആ മെത്തേഡിനനുസരിച്ച് നിങ്ങൾ തുണി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ തുണി എടുക്കുമ്പോൾ ക്രോസ് പീസ് തന്നെ എടുക്കുക. ക്രോസ് പീസ് എടുത്താലുള്ള നമുക്ക് ഏത് ആകൃതിയിലേക്ക് വേണമെങ്കിലും നമ്മൾ ഈ ഒരു പൈപ്പിംഗ് നമുക്ക് മടക്കി കൊടുക്കാനും ഒക്കെ കഴിയുള്ളൂ. നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക, ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.